ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇതിപ്പോൾ എൻ്റെ ചാനലിലെ ഫസ്റ്റത്തെ ലോങ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ പേരും നാളൊക്കെ വെച്ച് പരിചയപ്പെടുത്തുന്നതിനേക്കാൾ നല്ലത് ഇങ്ങനെ ഓരോ വീഡിയോസിലൂടെ നിങ്ങളെന്നെ പരിചയപ്പെടുത്തുന്നതായിരിക്കുന്നു ബെറ്ററായി തോന്നി കേട്ടോ. അപ്പോൾ ഇന്ന് ഇതിപ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ ഞങ്ങളുടെ എളാമാൻ്റെ മകളുടെ വെഡ്ഡിങ് ആണ് ഈ മന്ത് 22-ന്. അപ്പോൾ ഞങ്ങൾ ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ് കേട്ടോ. മണവാട്ടിപ്പെണ്ണിനും പിന്നെ കുറച്ച് ഫാമിലി ആൾക്കാർക്കും ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഞങ്ങൾ പാലക്കാട് ടൗണിൽ ഒരു ടെക്സ്റ്റൈൽസിൽ കയറി നോക്കി. അവിടെ പ്രൈസിനനുസരിച്ച് തുണികൾക്ക് ക്വാളിറ്റി ഇല്ലാത്ത കാരണം വേറെ ഷോപ്പിൽ കൂടി അന്വേഷിക്കാമെന്ന് പറഞ്ഞിട്ട് പാലക്കാട് ടൗണിൽ തന്നെ വേറെ ഷോപ്പിലും കൂടി കയറി അന്വേഷിക്കാനായിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ കയറിയ ടെക്സ്റ്റൈൽസിൽ അത്യാവശ്യം മോശമില്ലാത്ത കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് തന്നെ പോയത് കല്യാണപ്പെണ്ണിന് 2-3 ജോഡി ചുരിദാർ നോക്കാനാണ്. അവൾക്ക് ഫ്രോക്കും കാര്യങ്ങളും വേറെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് അതായത് കല്യാണത്തിന് ഒരാഴ്ച മുന്നേക്ക് ഇടാനുള്ള ചുരിദാർ മോഡലും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ആ സെക്ഷനിലേക്കാണ് ഫസ്റ്റ് വന്നത് കേട്ടോ. അപ്പോൾ അവരുടെ പുതിയ കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തന്നു. അപ്പോൾ അതിൽ അവൾക്ക് ബെറ്റർ ആയിട്ടുള്ളത് അവൾക്ക് ഇഷ്ടമുള്ള കളേഴ്സും എങ്ങനെയാണ് അവൾക്ക് ചേരുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് ഞങ്ങൾ ഒരു 2-3 കൈപ്പിടിച്ച് ട്രയൽ നോക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അവൾ ട്രയൽ നോക്കിയിട്ട് ഒരു 2 ജോഡി സെലക്ട് ചെയ്ത് വെച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പോയത് സാരി കളക്ഷനിലേക്കാണ്. സാരി കളക്ഷനിൽ ആ സെക്ഷനിൽ അത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ നല്ല പ്രൈസിനനുസരിച്ചിട്ടുള്ള ക്വാളിറ്റിയുള്ള നല്ല സാരികൾ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അധികവും നോക്കിയത് സോഫ്റ്റ് സിൽക്കിൻ്റെ സാരികളാണ്. അതായത് നമ്മളൊരു പാർട്ടി വെയർ പോലെ പ്ലെയിൻ ഡിസൈൻ ആയിട്ടുള്ള ഒരു സാരികളാണ് കേട്ടോ അധികം നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ പ്രിൻറ്റഡ് സാരികളൊന്നും കണ്ടപ്പോൾ ഞാനൊന്ന് വീഡിയോ എടുത്തെന്ന് മാത്രം. അപ്പോൾ സാരികളൊക്കെ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ പോയത് ചുരിദാർ ബിറ്റുകളിലേക്കാണ് കേട്ടോ. അവിടെ ഒരു 2-3 ചുരിദാർ ബിറ്റുകൾ എടുക്കാണ്ടായിരുന്നു. അപ്പോൾ ചുരിദാർ ബിറ്റുകളൊക്കെ അത്യാവശ്യം നല്ല റേറ്റിലായിരുന്നു. 1700 അങ്ങനെയൊക്കെ ആ ഒരു റേറ്റിലൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്തു. പിന്നെ സാധാരണ വീട്ടിലിടുന്ന ടോപ്പുകൾക്ക് എടുക്കാൻ വേണ്ടി പോയി. അതും 400 അങ്ങനെയൊക്കെ. പിന്നെ കോംബോ ഓഫറൊക്കെ ഉള്ളതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലും ഒരു 2-3 സെലക്ട് ചെയ്തു. അതും ട്രയൽ ചെയ്തു. ചുരിദാർ കളക്ഷനിൽ അത്ര ഒരു സെലക്ഷൻ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ. എന്നാലും ഞങ്ങളതൊന്നൊരു 3-4 നല്ലത് സെലക്ട് ചെയ്ത് ട്രയൽ ചെയ്യാനായിട്ട് പോയി. അതിലും നന്നായിട്ട് തോന്നിയ 2 സെലക്ട് ചെയ്തു കേട്ടോ. എന്നിട്ട് ക്യാഷൊക്കെ പേ ചെയ്ത് ഡ്രസ്സും കാര്യങ്ങളൊക്കെ കിട്ടി ഞങ്ങൾ പോകാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ് കേട്ടോ. പുറത്ത് പോകാനായപ്പോഴേക്കും എല്ലാവർക്കും നല്ല വിശക്കാൻ തുടങ്ങി. നല്ല ടൈമായിട്ടുണ്ടായിരുന്നു. 3-3:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ സമയമൊക്കെ. അപ്പോൾ ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒന്നും അങ്ങനെ എടുത്തിട്ടില്ല. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും ഇറങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇത്രയും കാര്യങ്ങളാണ് ഷെയർ ചെയ്യാമെന്ന് വെച്ചിട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ.